മാന്യസാസ്യം നമസ്കാരം. വിശപ്പ് സഹിച്ചവനെ പച്ചവെള്ളത്തിന്റെ മധുരമറിയാൻ കഴിയുകയുള്ളൂ എന്നൊരു ചൊല്ലുണ്ട്. നാം ഇന്ന് എന്തു സമൃദ്ധിയിലാണ് ജീവിക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഭക്ഷണവും വസ്ത്രവും ആവശ്യ ശരണം നമുക്ക് ലഭിക്കുന്നു. എന്നാൽ ഇതൊന്നും ലഭിക്കാത്ത ഒരുപാട് കുഞ്ഞുങ്ങൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നു. അങ്ങനെയുള്ള ഒരു ബാലന്റെ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. കഥയുടെ പേരെന്താണെന്നോ? ആഗ്രഹം. ഒരിടത്തൊരിടത്ത് ഒരു കൊച്ചു ഗ്രാമത്തിൽ ഓലമേഞ്ഞ ഒരു കൊച്ചു കുടിലിൽ ഒരു ബാലൻ താമസിച്ചിരുന്നു. അവൻ്റെ പേരാണ് കുട്ടൻ. സ്കൂൾ ജീവിതം എന്താണെന്ന് പോലും അവൻ അറിഞ്ഞിരുന്നില്ല. കഷ്ടപ്പാടും ദാരിദ്ര്യവുമായിരുന്നു അവന് കൂട്ട്. ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനില്ലാത്തവന് പഠിക്കാനുള്ള ആഗ്രഹം വളരെ വലുതായിരുന്നു. ഇത് കണ്ട അവൻ്റെ അമ്മ അവനെ ഒരു സർക്കാർ സ്കൂളിൽ ചേർത്തു. സ്കൂളിൽ ചെന്നപ്പോൾ എല്ലാവർക്കും പുതിയ ബാഗുകൾ, ബുക്കുകൾ, ചെരുപ്പുകൾ എല്ലാം ഉണ്ടായിരുന്നു. ഇത് കണ്ട് ആ അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കാനേ കഴിഞ്ഞില്ല. അന്ന് അവിടെ വെച്ച് കുട്ടന് ബാബു എന്ന പേരുള്ള ഒരു സുഹൃത്തിനെ കിട്ടി. അവൻ വളരെ ധനികനായിരുന്നു. ഒരു ദിവസം കുട്ടൻ ബാബുവിനോട് ചോദിച്ചു, നിന്റെ വീട് ഓലയാണോ അതോ ഓടാണോ? ബാബു പറഞ്ഞു, മാളിക പോലൊരു വീട്. കുട്ടൻ അതിശയത്തോട് ചോദിച്ചു, മാളിക പോലൊരു വീടോ? അതെന്താ? ബാബു പറഞ്ഞു, നീ അങ്ങനെയുള്ള വീടൊന്നും കണ്ടിട്ടില്ലേ? ഒരു ദിവസം ഞാൻ നിന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ ഒരു ദിവസം ബാബു കുട്ടനെയും കൂട്ടി തൻ്റെ വീട്ടിലേക്ക് യാത്രയായി. വീട് കണ്ടതും കുട്ടൻ ഞെട്ടിപ്പോയി. അയ്യോ, ഇതെന്താ കൊട്ടാരം പോലെയുണ്ട്. അങ്ങനെ അവർ വാതിൽ തുറന്നു. പൗ പൗ ശബ്ദം കേട്ട് കുട്ടൻ പേടിച്ചു പോയി. കുട്ടൻ നോക്കിയപ്പോൾ അങ്ങനെയുള്ള മറ്റൊരു വീട്. അതിൽ വലിയൊരു പട്ടിക്കുട്ടി. പട്ടിക്കുട്ടിയുടെ മുന്നിൽ എന്താണെന്നോ? വലിയ പാത്രം, നിറയെ ഭക്ഷണം. ഇതൊക്കെ കണ്ടതും കുട്ടൻ്റെ വായിൽ വെള്ളമുറി. ഒരിക്കൽ സ്കൂളിൽ ടീച്ചർ എല്ലാവരോടുമായി ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് ഭാവിയിൽ ആരാകണം? ഇത് കേട്ടതും കുട്ടൻ ഉറക്കി വിളിച്ചു പറഞ്ഞു, എനിക്ക് ബാബുവിൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടിയായാലും മതി. ഇത് കേട്ടതും എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. എന്നാൽ ചിരി അധികം നേരം ഉണ്ടായിരുന്നില്ല. കുട്ടൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ കൂട്ടുകാരും അധ്യാപകരും സഹായിച്ചു. അങ്ങനെ അവൻ കഷ്ടപ്പാടിൽ നിന്നും ദാരിദ്ര്യത്തിൽ പഠിച്ച് ഉയരങ്ങളിലെത്തി. കൂട്ടുകാരെ, നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉയരങ്ങളിലെത്താൻ സാധിക്കുകയുള്ളൂ. കുട്ടൻ്റെ ജീവിതം നമുക്കും ഒരു പ്രചോദനമാകട്ടെ. നന്ദി, നമസ്കാരം.